കോഴിക്കോടിൻ്റെ വിശപ്പകറ്റുന്ന കാതർക്ക ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കാതർക്കാൻ്റെ വെള്ളിയാഴ്ച കൊടുക്കുന്ന ഒരു ബിരിയാണി ഉണ്ട്, നല്ല അടിപൊളി ബിരിയാണിയാണ്, അതൊന്ന് കഴിക്കണം, അതൊന്ന് ട്രൈ ചെയ്യണം, അതൊന്ന് വീഡിയോ ചെയ്യണം എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാതർക്കാൻ്റെ മെസ്സിലേക്കാണ്. അപ്പോൾ രാവിലെ 10 മണിയാകുമ്പോൾ ബിരിയാണി ആവും. 10 മണിയാകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ച ആൾക്കാർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് 12.5 ലക്ഷം ആൾക്കാർ കണ്ട വീഡിയോ. പറയുന്നുണ്ട്, ഒരുപാട് പേര് നാട്ടിൽ നിന്നൊക്കെ വിളിച്ചിരുന്നുണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുക, മെൻഷൻ ചെയ്യുക, അപ്പോൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഫാമിലിയിലുള്ള ആൾക്കാർ, നാട്ടുകാരൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. കസ്റ്റമേഴ്സ് വന്ന് പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. യൂട്യൂബ് കണ്ടു. നിസാം ഫുഡി ട്രാവലർ. എത്ര വർഷമായി? 15 വർഷം. പ്രതീഷ്. കോഴിക്കോട് അരയടത്ത് പാലം ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ട് ഒരു കണ്ണങ്കണ്ടി ഈ സ്റ്റോർ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ റോഡ് വരുന്നുണ്ട്. ആ റോഡിലൂടെയാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. ഒരുപാട് വളവുകളും തിരിവുകളൊക്കെ തിരിഞ്ഞ് ഒരു ഗ്രാമത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. അതായത് ഒരു ടൗണിൻ്റെ അടുത്തായിട്ടൊരു ഗ്രാമാന്തരീക്ഷത്തിലുള്ളൊരു സ്ഥലമാണ് കാതർക്കാൻ്റെ മെസ്സിലേക്ക് പോകുന്ന ഒരു റൂട്ട്. ഇത് 11 മണിയാകുമ്പോൾ റെഡിയാവും. 10 മണിയാകുമ്പോൾ ബിരിയാണി ആവും. പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ ടൈമില്ലേ? ജുമ കഴിഞ്ഞിട്ടാ? ജുമ പിന്നെ കഴിഞ്ഞു തുടങ്ങിയ പിന്നെ നല്ല തിരക്കായിരിക്കും. അപ്പൊ രാവിലെ 10 മണിയാകുമ്പോൾ ബിരിയാണി ആവും. 10 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച ആൾക്കാർ ഒരുപാട് പേര് കമന്റ് ചെയ്തു. 12.5 ലക്ഷം ആൾക്കാർ കണ്ട വീഡിയോ. ഇവിടെ കൊടുക്കുന്ന ബിരിയാണിയുടെ കൂടെ ഒരു ചമ്മന്തി കിട്ടും. അത് ഇവിടുത്തെ വളരെ സ്പെഷ്യലാണ്.
ബിരിയാണി ഇവിടെ അൺലിമിറ്റഡ് ആണ് ഖാദർക്ക് കൊടുക്കുന്നത്. ചിക്കൻ, ഫിഷ്, ബീഫ് ഈ 3 വിധത്തിലാണ് ബിരിയാണി ഇവിടെ കൊടുക്കുന്നത്. നല്ലോണം കഴിച്ച് വയറ് നിറച്ച് പോകണം, അതാണ് ഖാദർഖാൻ്റെ പോളിസി. ചിക്കൻ ബിരിയാണി 70, ഫിഷ് ബിരിയാണി 70, ബീഫ് ബിരിയാണി 80. ഈ ഫിഷ് ആവൂലല്ല, കഷ്ണമീനാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കുറച്ച് മീൻ കുറവാണ്. ട്രോളിങ് ആയതുകൊണ്ട് കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഈ ആവലി ഫുൾ ആവലിയാണ് വരുന്നത്. അത് ഇടയ്ക്കേ വരലുള്ളൂ. ഇവിടെ മാസത്തിലൊക്കെ ഇത് കിട്ടുള്ളൂ. അവലിക്ക് ഡിമാൻഡാണ്. പിന്നെ കഷ്ണമീനാണ് അധികം വരിക. ഈ പപ്പൻസ് എന്ന് പറഞ്ഞ മീനാണ് അധികം വരല്. പിന്നെ ചെമ്പല്ലി അങ്ങനെയുള്ള കഷ്ണമീനാണ് കൂടുതൽ ഇവിടെ ബിരിയാണിക്ക് പോവുക. രാവിലെ 10 മണിയാ. ബിരിയാണി എന്തായാലും നേരത്തെ ആവുമല്ലോ, കാരണം പിന്നെ വേറെ ഐറ്റംസ് കൂടുതലില്ലല്ലോ. ബിരിയാണിക്ക് പെട്ടെന്നാവും, ആൾക്കാരും വേഗം വരാൻ തുടങ്ങും. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ രാവിലെ, ബസ്സുകാർ, ഇവർ രാവിലെ നമ്മളെ പ്രതീക്ഷിച്ച് വരാണ്. അതുകൊണ്ട് രാവിലെ എന്തായാലും ആവും. ഇല്ല, ഞാൻ അടുത്ത് വരുള്ളൂ. ഒരു 5 മാസം മുതൽ പഠിച്ചത്. അപ്പം കുറച്ച് സ്ഥിരമായിട്ട് കഴിക്കും. ഫ്രൈഡേ മാത്രം ബിരിയാണി ഉണ്ടാവും. ബിരിയാണി ഉണ്ടാവും. ബാക്കിയൊക്കെ ചോറ് ചെറിയ പൈസ 25 അന്ന് 25 പറയുന്നുണ്ട്. ഒരുപാട് പേര് നാട്ടിൽ നിന്നൊക്കെ വിളിച്ചിരുന്നുണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുക, മെൻഷൻ ചെയ്യുക, ഒക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഫാമിലിയിലുള്ള ആൾക്കാർ, നാട്ടുകാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. കസ്റ്റമേഴ്സ് വന്ന് പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ യൂട്യൂബ് കണ്ടു. നിസാം ഫുഡി ട്രാവലർ സൊമാറ്റോയിൽ മാത്രമായിട്ട് ഓൺലൈനിൽ ഡെലിവറി ഉണ്ട്. അത് സൺഡേ വെച്ച് ബാക്കിയുള്ള ദിവസമാണ്. വെള്ളിയാഴ്ച ബിരിയാണി, ബാക്കിയുള്ള ദിവസം മീൽസ്, ബാക്കി ഫിഷ് ഐറ്റംസ്, ബീഫ്, ചിക്കൻ, ബർഗർ ഐറ്റംസ്. വളരെ കുറഞ്ഞ ചെലവിൽ നല്ല ഭക്ഷണം വയറ് നിറച്ച് കഴിക്കണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഖാദർഖാൻ്റെ ബസ്സിലേക്ക് പോന്നോളൂ.